ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് ഡിപ്രഷൻ. എനിക്ക് അമിതമായിട്ട് വൃത്തിയുണ്ടെന്ന് ഞാൻ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ നിനക്ക് OCD ഉണ്ട്, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയുണ്ടെന്ന് പറയും. നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്, നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ പറയും, ഓ അത് ഡിപ്രഷൻ്റെ ലക്ഷണമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? പലർക്കും സംശയം തോന്നാം. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു വിഷാദാവസ്ഥ. അതായത് നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ നമ്മൾ ആക്റ്റീവായിരിക്കുകയും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് മനസ്സ് പോസിറ്റീവായിട്ട് ചെയ്യുകയും മനസ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. ആ ചെയ്യുന്ന കാര്യങ്ങൾ നൽകുന്ന സക്സസ്സും ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിലെ ഏത് കാര്യം എടുത്തു നോക്കിയിരുന്നാലും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക. എന്നാൽ നമ്മുടെ മനസ്സിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയിൽ അതിന് തോന്നുന്ന ലെവലിലേക്ക് പോകും. അതൊട്ടും സന്തോഷം അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സ് സ്വയം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ, ഒരു രോഗാവസ്ഥയാണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിയുകയും ശരിയായിട്ട് അത് മാനേജ് ചെയ്യുകയോ അതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള അപകടം എന്താണ്? അത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇന്ന് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പലവിധ ആത്മഹത്യകൾ ഈ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വന്നു എന്ന് വരാം. പലർക്കും ഈ ഡിപ്രഷൻ ചില അസുഖങ്ങൾ ഫോളോ ചെയ്തിട്ട് വന്നു എന്ന് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാൻസർ രോഗം ബാധിക്കുന്നു, ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സകൾക്ക് ശേഷം ഇത് ചിലരെ ബാധിച്ചു എന്ന് വരാം. ചില സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥകൾ, ഇതെല്ലാം ടെമ്പററിയാണ്, തനിയെ മാറുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അത് അനുഭവപ്പെട്ടു എന്ന് വരാം. ചിലർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കടുത്ത ട്രോമ, ഇപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ മരണം, അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ആക്സിഡൻറ്റുകൾ, പെട്ടെന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ സംഭവങ്ങൾ, ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന പോലുള്ള പല അവസ്ഥകൾ, അവരെ ഈ കടുത്ത ട്രോമ അവർ ചിലപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കാം. അതുകൊണ്ട് പലപ്പോഴും ഇത് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ അസുഖം ക്രമേണ നിങ്ങളെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് വരാം. ഇല്ലെങ്കിൽ കടുത്ത മറ്റൊരവസ്ഥയിലേക്ക് സമൂഹത്തിൽ നിന്ന് തന്നെ മാറി ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്ന് വരാം. ഡിപ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ, ഒരു 9 ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും നിങ്ങൾക്ക് 2 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഡിപ്രഷൻ ആണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഇത് എനിക്കുള്ളതാണല്ലോ എന്നൊക്കെ സംശയം തോന്നാം. അങ്ങനല്ല, ഈ ലക്ഷണങ്ങൾ മാറാതെ ഒരാൾക്ക് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലാണ് ഇത് ഡിപ്രഷനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട സാഹചര്യം വരുന്നത്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി വരെയും ഒരു സങ്കടാവസ്ഥ, അതായത് മനസ്സിനകത്ത് സന്തോഷമില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലും ഓർത്തിട്ട് നമുക്ക് എന്താണ് സാഹചര്യം എന്നറിയില്ല, നമ്മളിങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, ചിലപ്പോൾ കാരണമില്ലാതെ വെറുതെ കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഇത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്, നമ്മുടെ നാട്ടിൽ പലർക്കും കാണുന്ന ഒരു ലക്ഷണവുമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ പോലും മനസ്സിന് ഒന്ന് ആക്റ്റീവായിട്ട് സന്തോഷം കാണാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സിനിമ കാണുന്നു എന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്താൽ പോലും നിങ്ങൾക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥ, മനസ്സ് കംപ്ലീറ്റ് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ പലർക്കും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം ഇല്ല. ഇപ്പം ലൈംഗിക ബന്ധം, കുടുംബത്തിൽ ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യം പൂർണ്ണമായിട്ടും ഇല്ല. അത് എത്ര ശ്രമിച്ചിട്ടും അതിനകത്തൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം വരിക. ഇങ്ങനെയെല്ലാം മനസ്സ് പെട്ടെന്ന് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളോട് വെറുപ്പ് കാണിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത സാഹചര്യം, ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് സ്ലീപ്പ് കിട്ടിയിരുന്നാലും ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഉണർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ലാതെ രാവിലെ വരെ ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം, ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയോ ഇല്ലെങ്കിൽ ഒട്ടും നല്ലൊരു ഉറക്കത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമോ വരുന്ന ഒരു ലക്ഷണം കാണിച്ചു എന്ന് വരാം. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പില്ലായ്മ. വിശപ്പ് നമുക്ക് ഇപ്പം ജീവൻ നിലനിർത്തുന്നതിനോ ആരോഗ്യത്തിനോ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിച്ചാൽ ഇറക്കണമെന്നൊരു തോന്നലില്ലാതെ എടുത്ത് കളയുന്ന അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം കാണുന്നു വരിക. ആറാമത്തെ ലക്ഷണം, നമുക്ക് ലൈഫിനകത്തൊരു ഗോൾ ഇല്ലാത്ത അവസ്ഥ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകാം. അതിപ്പോൾ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ലൈഫിൽ ഏത് കാര്യമായിക്കോട്ടെ, ലക്ഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതിരിക്കുക. നിങ്ങൾക്ക് ലക്ഷ്യമൊന്നും നേടാൻ ഇനി ഇല്ല എന്നൊരു തോന്നലുണ്ടാകുക. അടുത്ത ലക്ഷണം, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വരിക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ക്ഷീണം വരെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ക്ഷീണം കാരണം
നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു കാര്യത്തിനും ഉന്മേഷമില്ലാത്തൊരു സാഹചര്യം വരിക. അടുത്ത ലക്ഷണം കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക. നിങ്ങൾക്ക് ഒരു കറി ഉണ്ടാക്കുമ്പോൾ ആ കറിയുടെ ആ രീതിക്ക് നമുക്കിടേണ്ട ചേരുവകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, വേണ്ട കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല, മറവി വരുന്നു. നിങ്ങൾ കണക്ക് കൂട്ടുന്ന സമയത്ത് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഇങ്ങനെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. നല്ല ദൈവവിശ്വാസികളാണെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലാതെ വരിക. എട്ടാമത്തെ ലക്ഷണം ചിന്തയും പ്രവൃത്തിയും സ്ലോ ആകുക. സാധാരണ നിങ്ങൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ തലച്ചോറും ശരീരവും കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഗ്രാജുവലി സ്ലോ ആകുക. ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ആലോചിച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റാതെ വരിക. നിങ്ങളിപ്പോൾ ഒരാളോട് ഒരു സംശയം ചോദിക്കുകയാണെന്നിരിക്കട്ടെ, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് അവരൊരു 15-20 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇതിൽ നിന്ന് ഉത്തരം വരുന്നത്. ഒരു പ്രവൃത്തി ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സ്ലോ ആയിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ചെയ്യുന്നതിൽ അവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതെ അവർ ഇതും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. ജീവിക്കണമെന്നൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യാ ടെൻഡൻസി കാണിക്കും. ഏറ്റവും കൂടുതൽ ഈ ഡിപ്രഷൻ ടെൻഡൻസി ഉള്ളവർ കാണിക്കുന്നത് തൂങ്ങി മരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർ കാണിച്ചു എന്ന് വരാം. അതേപോലെ ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നും എടുത്ത് ചാടാനുള്ള ടെൻഡൻസി, ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുക, ഇങ്ങനെ ഉള്ള ഒരു ആത്മഹത്യാ പ്രവണത കാണിച്ചു എന്ന് വരാം. ഇങ്ങനെയുള്ള 9 ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഈ 9 എണ്ണത്തിൽ 5 എണ്ണമെങ്കിലും ഒരാളിൽ 2 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മരുന്ന് എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൽ 1-2 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന ഒരു കടുത്ത ട്രോമയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സംഭവിക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകളുണ്ടോ, 1-2 ദിവസം കൊണ്ട് ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നു. മണിക്കൂറുകൾ കൊണ്ട് ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു, രാത്രി നിങ്ങൾ വീട്ടിലെത്തി കുടുംബത്തിനെല്ലാം കണ്ടാവുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യമല്ല. ഏതൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട സാഹചര്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അവിടെ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ടെങ്കിലാണ് ഡെഫിനറ്റ്ലി ഇത് ഡിപ്രഷൻ്റെ ലക്ഷണത്തിലേക്ക് പോവുകയാണോ, വിഷാദ രോഗത്തിലേക്കാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ചികിത്സ എടുക്കുക. ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഡിപ്രഷന് അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും എല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. ചികിത്സ ചെയ്ത് ഇവരെ നോർമലാക്കുന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ച് ജീവിതത്തിലേക്ക്, പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് മാത്രമല്ല പ്രോബ്ലം, ഇവരുടെ ജീവിതത്തിൽ ഇവരും ഇവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇതുകൊണ്ടുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളും താളപ്പിഴകളും മനസമാധാനമില്ലായ്മയും ഒരുപക്ഷെ ഇവരുടെ മരണത്തിന് വരെ ഇത് കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എന്താണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെയധികം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരക്കാരെ തിരിച്ചറിയുക, അവരെ ശരിയായിട്ടുള്ള വൈദ്യസഹായം നൽകാനായിട്ട് നോക്കുക. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.